നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വെൽക്കം ടു മൈ PSC ബുള്ളറ്റ്. കേരളത്തിലെ ഒരേയൊരു മയിൽ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട്, ഇടുക്കി, പാലക്കാട്, കണ്ണൂർ. പാലക്കാട് ജില്ലയിലാണ്. കടലുണ്ടി പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, കൊല്ലം. കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്താണ്. തൊണ്ടമുള്ള് എന്ന് വിശേഷണമുള്ള രോഗം ഏതാണ്? തലവേദന, കോളറ, അൾസർ, ഡിഫ്തീരിയ. ഡിഫ്തീരിയയാണ് ശരിയായ ഉത്തരം. ശ്രീഹരിക്കോട്ട ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കേരളം, കർണാടക. ആന്ധ്രാപ്രദേശിലാണ് ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത്. എന്നാണ് തീരദേശ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത്? മാർച്ച് 1, മെയ് 1, ഏപ്രിൽ 1, ഫെബ്രുവരി 1. തീരദേശ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 1-നാണ്. ഒരു വസ്തുവിന്റെ ചലനത്തെ മറ്റൊരു വസ്തു തടസ്സപ്പെടുത്തുന്ന ബലം ഏത്? ഉരുളൽ ബലം, ഗതികോർജം, ഘർഷണ ബലം, സ്ഥിതികോർജം. ഘർഷണ ബലം മൂലമാണ്. ഏറ്റവും തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ നദി? പെരിയാർ, ഭാരതപ്പുഴ, പമ്പ, നെയ്യാർ. കേരളത്തിന്റെ ഏറ്റവും തെക്ക് സ്ഥിതി ചെയ്യുന്ന നദി നെയ്യാറാണ്. കേരളത്തിൽ ആകെ എത്ര നദികളാണ് ഉള്ളത്? 44, 16, 29, 101. കേരളത്തിൽ ആകെ 44 നദികളാണുള്ളത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏത്? കറുത്ത മണ്ണ്, ലാറ്ററൈറ്റ്, കളിമണ്ണ്, ചുവന്ന മണ്ണ്. ലാറ്ററൈറ്റ് മണ്ണാണ്. ബിറ്റുമിനസ് എന്ന് പറയുന്നത് താഴെ പറയുന്നവയിൽ ഏതിനത്തിൽ പെടുന്നതാണ്? ഇരുമ്പ്, പെട്രോൾ, കൽക്കരി, മണ്ണ്. ബിറ്റുമിനസ് എന്നത് കൽക്കരിയുടെ ഒരു ഇനമാണ്. ആരാണ് ഐസോടോപ്പുകൾ കണ്ടെത്തിയത്? ഐസക് ന്യൂട്ടൺ, തോമസ് ആൽവ എഡിസൺ, ഫെഡറിക് സോഡി. ഇവരാരുമല്ല. ഐസോടോപ്പുകൾ കണ്ടെത്തിയത് ഫെഡറിക് സോഡിയാണ്. പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ചത് എവിടെ? ചേരനെല്ലൂർ, അമ്മംകുളം, ഹരിപ്പാട്, മാഹി. പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ചത് ചേരനെല്ലൂരിലാണ്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചത് ആര്? EMS നമ്പൂതിരിപ്പാട്, അച്യുത മേനോൻ, മൊയ്യാരത്ത് ശങ്കരൻ. ഇവരാരുമല്ല. മൊയ്യാരത്ത് ശങ്കരനായിരുന്നു. നമ്മുടെ ഭൂമിയുടെ പാലായന പ്രവേഗം എത്രയാണ്? 16.2 km/s, 11.2 km/s, 36.2 km/s, 13.2 km/s. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഭാരതത്തിന്റെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? ഉത്തർപ്രദേശ്, ഗുജറാത്ത്, ബീഹാർ, മധ്യപ്രദേശ്. ഭാരതത്തിന്റെ ഹൃദയം മധ്യപ്രദേശാണ്. ചമയങ്ങളില്ലാതെ എന്നത് ആരുടെ ആത്മകഥയാണ്? മമ്മൂട്ടി, പൃഥ്വിരാജ്, മോഹൻലാല്, ജയൻ. ചമയങ്ങൾ ഇല്ലാതെ എന്ന ആത്മകഥ മമ്മൂട്ടിയുടെയാണ്. സംഘസാഹിത്യം ഏത് ഭാഷയിലാണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്? മലയാളം, തെലുങ്ക്, തമിഴ്, കന്നഡ. തമിഴിലാണ്. ഒരു മൈൽ എന്നത് എത്ര കിലോമീറ്ററിന് തുല്യമാണ്? 0.5 കിലോമീറ്റർ, 2.5 കിലോമീറ്റർ, 5.8 കിലോമീറ്റർ, 1.69 കിലോമീറ്റർ. ഒരു മൈൽ എന്നാൽ 1.69 കിലോമീറ്റർ ആണ്. ഇന്ത്യയിൽ ആദ്യമായി ജനാധിപത്യ രീതിയിൽ ഒരു കോൺഗ്രസ് ഇതര മന്ത്രിസഭ നിലവിൽ വന്ന സംസ്ഥാനം? കേരളം, സിക്കിം, ത്രിപുര, മഹാരാഷ്ട്ര. കേരളത്തിലായിരുന്നു. ഗേദ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? ജവഹർലാൽ നെഹ്റു, ഗാന്ധിജി, ആഗമാനന്ദ സ്വാമി, പണ്ഡിറ്റ് കറുപ്പൻ.
ഗേദ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഗാന്ധിജിയാണ്. നാറ്റോ എന്ന പ്രസ്ഥാനത്തിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഫ്രഞ്ച്, കൊറിയ, ബ്രസൽസ്, ജപ്പാൻ. ബ്രസൽസിലായിരുന്നു. ഇന്ത്യയിൽ ശുദ്ധവായു ശ്വസിക്കാൻ ഓക്സിജൻ പാർലറുകൾ ആരംഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര, ബീഹാർ, ഗുജറാത്ത്, ഡൽഹി. ഡൽഹിയാണ് ശരിയായ ഉത്തരം. സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും ഉയർന്ന നിലയിലുള്ള സംസ്ഥാനം കേരളം, രാജസ്ഥാൻ, തമിഴ്നാട്, കർണാടക. കേരളമാണ് ശരിയായ ഉത്തരം. ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖ നഗരം ലോത്തൽ, മുദ്ര, പിപ്പവാവ്, കാട്ല. ലോത്തലാണ് ശരിയായ ഉത്തരം. പട്ടാളക്കാർക്ക് ടോൾ നികുതി ഒഴിവാക്കിയ ആദ്യ സംസ്ഥാനം ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, പശ്ചിമ ബംഗാൾ, ബീഹാർ. ബീഹാറാണ് ശരിയായ ഉത്തരം. ഉറുദു ഔദ്യോഗിക ഭാഷയായ പ്രദേശം ശ്രീനഗർ, ഉത്തർപ്രദേശ്, കാശ്മീര്, ചിനാബ്. കാശ്മീരിന്റെ ഔദ്യോഗിക ഭാഷയാണ് ഉറുദു. ലക്ഷദ്വീപിന് എത്ര രാജ്യസഭാ സീറ്റുകളാണുള്ളത്? 2 എണ്ണം, ഒന്നുമില്ല, 14 എണ്ണം, ഒരെണ്ണം. ലക്ഷദ്വീപിന് രാജ്യസഭാ സീറ്റുകൾ ഇല്ല. ആന്ധ്രാപ്രദേശിലൂടെ ഒഴുകുന്ന ഒരു നദി യമുന, കാവേരി, കൃഷ്ണ, ബ്രഹ്മപുത്ര. കൃഷ്ണയാണ് ശരിയായ ഉത്തരം. ഇന്ത്യയിൽ എവിടെയാണ് നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്ത്, കർണാടക, കേരളം, ഒഡീഷ. ഇന്ത്യയിലെ നെല്ല് ഗവേഷണ കേന്ദ്രം ഒഡീഷയിലാണ്. ജലഗതാഗത വകുപ്പിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, കണ്ണൂർ. ജലഗതാഗത വകുപ്പിന്റെ ആസ്ഥാനം ആലപ്പുഴയിലാണ്. താഴെ പറയുന്നവയിൽ ഏത് ജില്ലയിലാണ് എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്? വയനാട്, കോഴിക്കോട്, കൊല്ലം, ഇടുക്കി. എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. ആമകൾക്ക് പുനരധിവാസ കേന്ദ്രം സ്ഥാപിച്ച ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്, കർണാടക, കേരളം, ബീഹാർ. ബീഹാറിലായിരുന്നു. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ദുബായ്, സൗദി, ഖത്തർ, കുവൈറ്റ്. ക്രിക്കറ്റ് കൗൺസിലിന്റെ ആസ്ഥാനം ദുബായിലാണ്. എന്നാണ് അന്തർദേശീയ വിദ്യാർത്ഥി ദിനമായി ആചരിക്കുന്നത്? നവംബർ 13, നവംബർ 17, നവംബർ 3, നവംബർ 7. അന്തർദേശീയ വിദ്യാർത്ഥി ദിനം നവംബർ 17-നാണ്. കേരളത്തിന്റെ ചന്ദന നഗരം എന്നറിയപ്പെടുന്നത് മുതലമട, റാണിപുരം, മറയൂർ, നെല്ലിയാമ്പതി. കേരളത്തിന്റെ ചന്ദന നഗരം എന്നറിയപ്പെടുന്നത് മറയൂറാണ്. അഷ്ടപതി ആട്ടം എന്നറിയപ്പെടുന്ന കേരളീയ കലാരൂപം ഏത്? മോഹിനിയാട്ടം, കഥകളി, കൂടിയാട്ടം, കൃഷ്ണനാട്ടം. അഷ്ടപതി ആട്ടം എന്നറിയപ്പെടുന്നത് കൃഷ്ണനാട്ടത്തിനെയാണ്. ഏത് വർഷമാണ് സ്ത്രീധന നിരോധന നിയമം പാസാക്കിയത്? 1955, 1950, 1961, 1966. സ്ത്രീധന നിരോധന നിയമം പാസാക്കിയത് 1961-ലായിരുന്നു. എംഫിസീമ എന്ന രോഗം ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? കരൾ, ശ്വാസകോശം, ഹൃദയം, വൃക്ക. ടൈപ്പിംഗ് ചെറിയ എററുണ്ട്. ശ്വാസകോശമാണ് ശരിയായ ഉത്തരം.
BCG വാക്സിനിൽ എപ്പോഴാണ് കുഞ്ഞിന് നൽകേണ്ടത്? 1 മാസം, 6 മാസം കഴിയുമ്പോൾ, 2 മാസം, ജനിച്ച ഉടനെ. BCG വാക്സിൻ നൽകേണ്ടത് ജനിച്ച ഉടനെയാണ്. വാർദ്ധക്യകാല പെൻഷൻ ഏത് വയസ്സു മുതലാണ് കിട്ടിത്തുടങ്ങുന്നത്? 60 വയസ്സ്, 58 വയസ്സ്, 55 വയസ്സ്, 70 വയസ്സ്. 60 വയസ്സ് മുതലാണ്. മയോസിൻ എന്ന മാംസം ഏത് ഭാഗത്താണ് അടങ്ങിയിരിക്കുന്നത്? തലയോട്ടി, കാൽമുട്ട്, മസിൽ, ഹൃദയം. മയോസിൻ എന്ന മാംസ്യം മസിലിൽ അടങ്ങിയിരിക്കുന്നതാണ്. പേശികൾക്ക് ആവശ്യമായ ഓക്സിജൻ സംഭരിച്ചു വെക്കുന്നത് എവിടെ? ഹൈപ്പോതലാമസ്, സെറിബ്രം, സെറിബെല്ലം, മയോഗ്ലോബിൻ. മയോഗ്ലോബിനിലാണ്. ക്ലോറിൻ വിഷബാധയ്ക്കെതിരെ പ്രയോഗിക്കുന്ന വാതകമാണ് അമോണിയ, ഹീലിയം, സൾഫർ, ഹൈഡ്രജൻ. ക്ലോറിൻ വിഷബാധയ്ക്കെതിരെ പ്രയോഗിക്കുന്ന വാതകം അമോണിയയാണ്. ക്ലാസിക്കൽ പദവി ലഭിച്ച രണ്ടാമത്തെ ഇന്ത്യൻ ഭാഷ ഏത്? മലയാളം, സംസ്കൃതം, തമിഴ്, കന്നഡ. ആദ്യം ലഭിച്ചത് തമിഴിനും രണ്ടാമത് സംസ്കൃതത്തിനുമാണ്. നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ഫലം എന്നറിയപ്പെടുന്നത്? ചക്ക, ചാമ്പങ്ങ, മാങ്ങ, കപ്പളങ്ങ. ഇന്ത്യയുടെ ദേശീയ ഫലം മാങ്ങയാണ്. ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയ വിദേശ രാജ്യം? അമേരിക്ക, ജപ്പാൻ, കൊറിയ, ജർമ്മനി. ജർമ്മനിയിലായിരുന്നു. താഴെ പറയുന്നവയിൽ എന്തിന്റെ പ്രവാഹം മൂലമാണ് വൈദ്യുതി ഉണ്ടാകുന്നത്? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. ഇവയൊന്നുമല്ല. ഇലക്ട്രോൺ പ്രവാഹം മൂലമാണ് വൈദ്യുതി ഉണ്ടാകുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ സുപ്രീം കോടതി നിലവിൽ വന്ന വർഷം? 1774, 1874, 1920, 1800. 1774 റേഡിയോ അസ്ട്രോണമി സെന്റർ സ്ഥിതി ചെയ്യുന്നത്? കൂനൂർ, ഊട്ടി, വെല്ലൂർ, കൊടൈക്കനാൽ. റേഡിയോ അസ്ട്രോണമി സെന്റർ സ്ഥിതി ചെയ്യുന്നത് ഊട്ടിയിലാണ്. സംരക്ഷിത സംസ്ഥാനം എന്ന പദവി ഉണ്ടായിരുന്ന സംസ്ഥാനം? ഭൂട്ടാൻ, കേരളം, സിക്കിം, ഡൽഹി. സിക്കിമിനായിരുന്നു, ഇപ്പോൾ അത് എടുത്തു കളഞ്ഞു. പൊതുവെ വലിയ മുലയുള്ള സ്ത്രീകളുടെ സവിശേഷത? ബുദ്ധി കൂടുതൽ, ദുഃഖിത, അഹങ്കാരി, കാമം കൂടുതൽ. വലിയ മുലയുള്ള സ്ത്രീകളുടെ സവിശേഷത കാമം കൂടുതലായിരിക്കുമെന്ന് പറയുന്നു. മഹത്തായ ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവം നടന്ന വർഷം? 1917, 1923, 1919, 1920. 1917 യുദ്ധവും സമാധാനവും എന്ന നോവൽ എഴുതിയത് ആരാണ്? ലിയോ ടോൾസ്റ്റോയ്, ബെയ്ജിംഗ്, ഇവാൻ തുർഗനേവ്, മാത്യു എബ്രഹാം. ലിയോ ടോൾസ്റ്റോയ് ആണ് ശരിയായ ഉത്തരം. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഏത്? ആമസോൺ, യാൻസി, നഖം, മിസിസിപ്പി. യാൻസിയാണ് ശരിയായ ഉത്തരം. ആദ്യമായി മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയച്ച വർഷം? 1957, 1969, 1961, 1975. 1961 ടൈറ്റന്റെ അന്തരീക്ഷത്തിൽ ഭൂരിഭാഗവും ഉൾക്കൊള്ളുന്ന രാസമൂലകം? മീഥേൻ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ. മീഥേനാണ് ശരിയായ ഉത്തരം. അന്റാർട്ടിക്കയുടെ കണ്ടെത്തൽ നടന്ന വർഷം?
1500, 1778, 1820, 1892. അന്റാർട്ടിക്ക കണ്ടുപിടിച്ചത് 1820-ലാണ്. ലിയോർഡോ ഡാവിഞ്ചിയുടെ ദി ലാസ്റ്റ് സപ്പർ എന്ന പ്രശസ്തമായ പെയിന്റിംഗിൽ ഏത് ഉപകരണമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്? ഗുളികകൾ, ലൂട്ട്, ഗിയാറ്റർ, കിന്നരം. ലൂട്ടാണ് ശരിയായ ഉത്തരം. ചെർണോബിൽ ആണവ ദുരന്തം നടന്നത് ഏത് രാജ്യത്താണ്? റഷ്യ, ഉക്രൈൻ, ബെലാറസ്, ലിത്വാനിയ. ചെർണോബിൽ ആണവ ദുരന്തം നടന്നത് ലിത്വാനിയയിലാണ്. വടക്കേ അമേരിക്കയ്ക്കും യുറേഷ്യയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന സമുദ്രം? നിശബ്ദം, അറ്റ്ലാന്റിക്, ഇന്ത്യൻ, ആർട്ടിക്. അറ്റ്ലാന്റിക് ആണ് ശരിയായ ഉത്തരം. ഭക്ഷണം തണുപ്പിക്കാനും മരവിപ്പിക്കാനും ഉപയോഗിക്കുന്ന രാസമൂലകം? സോഡിയം, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ. നൈട്രജൻ ആണ് ശരിയായ ഉത്തരം. പിരമിഡുകൾക്കും സിങ്കിനും പേരുകേട്ട രാജ്യം? ഇന്ത്യ, ചൈന, മെക്സിക്കോ, ഈജിപ്ത്. ഈജിപ്താണ് ശരിയായ ഉത്തരം. ഭൂമിയിലെ ജീവന്റെ ഭൂതകാലത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രത്തിന്റെ പേരെന്ത്? ജ്യോതിശാസ്ത്രം, നരവംശശാസ്ത്രം, പാലിയന്റോളജി, ജിയോളജി. പാലിയന്റോളജിയാണ് ശരിയായ ഉത്തരം. സൗരയൂഥത്തിലെ ഏറ്റവും വൈവിധ്യമാർന്ന കാലാവസ്ഥയും അന്തരീക്ഷവുമുള്ള ഗ്രഹം? മെർക്കുറി, ഭൂമി, ചൊവ്വ, ശുക്രൻ. ഭൂമിയാണ് ശരിയായ ഉത്തരം. രക്തത്തിലെ ഓക്സിജന്റെ ഗതാഗതത്തിന് ഉത്തരവാദികളായ ഹീമോഗ്ലോബിൻ തന്മാത്രകളുടെ അടിസ്ഥാനം ഏത് രാസമൂലകമാണ്? നൈട്രജൻ, ഇരുമ്പ്, ഓക്സിജൻ, വെള്ളി. ഇരുമ്പാണ് ശരിയായ ഉത്തരം. ലീഗ് ഓഫ് നേഷൻസ് സ്ഥാപിതമായ വർഷം? 1919, 1923, 1939, 1945. ലീഗ് ഓഫ് നേഷൻസ് സ്ഥാപിതമായത് 1919-ലാണ്. എഡ്വേർഡ് മഞ്ചിന്റെ പ്രസിദ്ധമായ ദ സ്ക്രീം എന്ന ചിത്രത്തിലെ ഏത് ഉപകരണമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്? ഓടക്കുഴൽ, സെല്ലോ, ക്ലാരിനെറ്റ്, ചിത്രങ്ങൾ. സെല്ലോ ആണ് ശരിയായ ഉത്തരം. രക്തം ഫിൽട്ടർ ചെയ്യുന്നതിനും മൂത്രം ഉൽപ്പാദിപ്പിക്കുന്നതിനും മനുഷ്യ ശരീരത്തിലെ ഏത് അവയവമാണ് ഉത്തരവാദി? ഹൃദയം, കരൾ, വൃക്ക, പ്ലീഹ. വൃക്കയാണ്. ആധുനിക കാലത്തെ ആദ്യത്തെ ഒളിമ്പിക്സ് നടന്ന വർഷം? 1892, 1900, 1924, 1936. 1900-ലാണ്. ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെന്ററിൽ 2 വിമാനങ്ങൾ ഭീകരർ ഇടിച്ചിറക്കിയത് ഏത് വർഷമാണ്? 2000, 2001, 2002, 2003. 2001-ലായിരുന്നു. ബ്രസീൽ എത്ര തവണ ലോകകപ്പ് നേടിയിട്ടുണ്ട്? 6 തവണ, 5 തവണ, 3 തവണ, 7 തവണ. ബ്രസീൽ 5 തവണയാണ് ലോകകപ്പ് നേടിയിരിക്കുന്നത്. മതിൽ 2 ഭാഗങ്ങളായി വിഭജിച്ച രാജ്യം? ഫ്രാൻസ്, ജർമ്മനി, ഓസ്ട്രിയ, പോളണ്ട്. ഓസ്ട്രിയയാണ് ശരിയായ ഉത്തരം. ഇതിൽ ഏത് കെട്ടിടമാണ് ഇന്ത്യയിലുള്ളത്? ഈഫൽ ടവർ, കൊളോസിയം, താജ്മഹൽ, വൻമതിൽ. താജ്മഹലാണ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നത്. താഴെ പറയുന്നവയിൽ ഈജിപ്തിൽ ഏത് നഗരമാണ് സ്ഥിതി ചെയ്യുന്നത്? ഏഥൻസ്, കെയ്റോ, ലണ്ടൻ, ബാഗ്ദാദ്. കെയ്റോ ആണ് ശരിയായ ഉത്തരം. രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നതിലേക്ക് നയിച്ച സംഭവം? ബെർലിൻ മതിലിന്റെ പതനം,
പേൾ ഹാർബറിൽ ആക്രമണം, വെർസൈൽസ് ഉടമ്പടി ഒപ്പുവെച്ചു, ജർമ്മനി ക്രിമിയ പിടിച്ചെടുത്തു. പേൾ ഹാർബറിൽ ആക്രമണം. ഭരണഘടനാ സംവിധാനങ്ങൾ തകരാറിലാകുമ്പോൾ ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണത്തിന്റെ കാലാവധി എത്രയാണ്? 9 മാസം, 3 മാസം, 2 മാസം, 6 മാസം. 6 മാസം വരെയായിരിക്കും. ഇന്ത്യയുടെ ജലമനുഷ്യൻ എന്നറിയപ്പെടുന്നത് MK സ്റ്റാലിൻ, സീതാരാമൻ, രാജേന്ദ്ര സിംഗ്, ലിയോ മാത്യു. രാജേന്ദ്ര സിംഗ് ആണ് ശരിയായ ഉത്തരം. ഇന്ത്യയുടെ ഗ്രാൻഡ് ഓൾഡ് മാൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജി, അബ്ദുൽ ഖാദർ, കുഞ്ഞാലിക്കുട്ടി, റഹീം ഫാത്തുൾ. ദാദാഭായ് നവറോജിയാണ് ശരിയായ ഉത്തരം. ജനസംഖ്യ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരം? ഡൽഹി, ഹരിയാന, മുംബൈ, ചെന്നൈ. മുംബൈയാണ് ശരിയായ ഉത്തരം. ഏഷ്യയുടെ വെളിച്ചം എന്നറിയപ്പെടുന്നത് ബുദ്ധൻ, ഭഗവാൻ, ഗുരുദേവ്, ആചാര്യൻ. ഏഷ്യയുടെ വെളിച്ചം എന്നറിയപ്പെടുന്നത് ബുദ്ധനാണ്. ഓസോണിന്റെ രാസസൂത്രവാക്യം എന്താണ്? O, O7, O3, O6. ഓസോണിന്റെ രാസസൂത്രവാക്യം O3 ആണ്. മനുഷ്യ ശരീരം ദിവസവും എത്ര ശ്വസിക്കുന്നു? 15,000, 20,000, 30,000, 70,000. മനുഷ്യ ശരീരം 20,000 പ്രാവശ്യം ശ്വസിക്കുന്നു. ദക്ഷിണ കൊറിയയിലെ ഏറ്റവും വലിയ സാങ്കേതിക കമ്പനിയുടെ പേരെന്ത്? ആപ്പിൾ, നോക്കിയ, റെഡ്മി, സാംസങ്. സാംസങ് ആണ്. പൂർണ്ണമായും ഐസ് കൊണ്ട് നിർമ്മിച്ച വീടിന്റെ പേരെന്താണ്? ലിയൻ, ഐസ് ക്യാപ്പ്, എക്സിമോ, ഗൗട്ട്. എക്സിമോയാണ് ശരിയായ ഉത്തരം. ഇൻഫോസിസിന്റെ സ്ഥാപകൻ ആര്? നാരായണ മൂർത്തി, ലോകേഷ് കുറുപ്പ്, സതീഷ് ചന്ദ്രൻ, ഗോവിന്ദ മേനോൻ. ഇൻഫോസിസിന്റെ സ്ഥാപകൻ നാരായണമൂർത്തിയാണ്. സസ്യവളർച്ചയുടെ തോതിനെയും ദിശയെയും സ്വാധീനിക്കുന്ന ഹോർമോൺ? ആക്സിൻ, ഗിബർലിൻ, സൈറ്റോകിനിൻ, അബ്സിലിക് ആസിഡ്. ആക്സിൻ ആണ് ശരിയായ ഉത്തരം. പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ചക്ക, ഓറഞ്ച്, മാമ്പഴം, ആപ്പിൾ. പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് മാമ്പഴത്തെയാണ്. സസ്യങ്ങളിൽ വാർഷിക വലയം കാണപ്പെടുന്നത് ഏതു ഭാഗത്താണ്? കാണ്ഡം, ഇല, വേര്, ഇവയൊന്നുമല്ല. കാണ്ഡത്തിലാണ്. പ്രകൃതിയിലെ ശുചീകരണ ജോലിക്കാർ എന്നറിയപ്പെടുന്നത് ബാക്ടീരിയ, ലൈക്കൺ, ഫംഗസ്, പൂപ്പൽ. പ്രകൃതിയിലെ ശുചീകരണ ജോലിക്കാർ ഫംഗസുകളാണ്. ഏറ്റവും ഉയരം കൂടിയ വൃക്ഷമേത്? അക്കേഷ്യ, ലോബാർ, ബോൺസ്, റെഡ്വുഡ്. ഏറ്റവും ഉയരം കൂടിയ വൃക്ഷമാണ് റെഡ്വുഡ്. ഓസ്ട്രേലിയൻ മാത്രം കാണുന്ന പക്ഷി? ഒട്ടകപ്പക്ഷി, യമു, പെൻഗ്വിൻ, ഹമ്മിങ് ബേർഡ്. യമു ആണ് ശരിയായ ഉത്തരം. ഏകസങ്കരാനുപാതത്തിന്റെ അളവ് എങ്ങനെയാണ്? 3:2, 8:1, 3:1, 1:5. 3:1 ആണ് ശരിയായ ഉത്തരം. ചെരുപ്പിന്റെ ആകൃതിയിലുള്ള ഏകകോശ ജീവി? യൂക്ലിന, അമീബ, പാരാമീസിയം, മൈക്രോപ്ലാസ്മ.
പാരാമീസിയമാണ് ശരിയായ ഉത്തരം. രക്താർബുദം നിയന്ത്രിക്കാനായി സർപ്പഗന്ധിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഔഷധം മിയോഗ്രെയിൻ, റിസർഫിൻ, റിസർവെന്റ്, മയോപ്സ്. റിസർഫിൻ ആണ് ശരിയായ ഉത്തരം. പയറു ചെടികളിൽ സംഭരിക്കപ്പെടുന്ന വാതകം ഏത്? ഓക്സിജൻ, മീഥേൻ, ഓക്സിൻ, നൈട്രജൻ. നൈട്രജൻ ആണ് ശരിയായ ഉത്തരം. ഇന്റർനെറ്റ് കണക്ടിവിറ്റിയുള്ള ആദ്യ മൊബൈൽ ഫോൺ 1996 പുറത്തിറക്കിയ രാജ്യം ജപ്പാൻ, ഫിൻലാൻഡ്, അമേരിക്ക, അയർലൻഡ്. ഫിൻലാൻഡ് ആണ് ശരിയായ ഉത്തരം. അബ്ദുൽ കലാം എത്രാമത്തെ രാഷ്ട്രപതിയാണ്? 11, 12, 13 ആൻഡ് 10. APJ അബ്ദുൽ കലാം 11ാമത്തെ രാഷ്ട്രപതിയായിരുന്നു. ഒരു ഷട്ടിൽ കോക്കിൽ എത്ര തൂവലുകൾ ഉണ്ട്? 17, 15, 16, 19. ഒരു ഷട്ടിൽ കോക്കിൽ 16 തൂവലുകൾ കാണപ്പെടും. ലോകത്തിലെ ഏറ്റവും വലിയ വജ്രം? കുള്ളിനാൽ, ഡയമണ്ട്, അംബർഗ്രീസ്, മെർക്യാപ്റ്റൻ. ലോകത്തിലെ ഏറ്റവും വലിയ വജ്രമാണ് കുള്ളിനാൻ. LPGക്ക് മണം നൽകുന്ന പദാർത്ഥം ഏത്? മീഥൈൽ, ഈഥെയ്ൻ, ടെർപൈൻ, മോർഫിൻ. LPGക്ക് മണം നൽകുന്ന പദാർത്ഥമാണ് ഈഥെയ്ൻ. കോശങ്ങളെ ആദ്യമായി കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ? റോബർട്ട് ബ്രൗൺ, വില്യം മിൽസൺ, റോബർട്ട് ഹുക്ക്, ചാൾസ് റോം. കോശങ്ങളെ ആദ്യം